ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് മടി പിടിച്ചാണ് രാവിലെ എഴുന്നേറ്റേക്കുന്നത്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ കിച്ചണിൽ കയറാനായിട്ട്. പിന്നെ എന്താ ചെയ്യുക, ഫുഡ് ഉണ്ടാക്കാണ്ട് ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ പുട്ടാണ് ആദ്യം ഉണ്ടാക്കാമെന്ന് ഓർത്തത്. ചിങ്ങമ്പഴം ഇരിക്കുന്നുണ്ട്, അപ്പോൾ പുട്ടും ചിങ്ങമ്പഴം കൂട്ടി കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോഴാണ് തേങ്ങ ചിരവിയിട്ടില്ല. തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ടായിരുന്നല്ലോ, അത് തീർന്നിരിക്കുവാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര മടിയായി തേങ്ങ പൊട്ടിച്ച് കട്ട് ചെയ്തൊക്കെ എടുക്കണ്ടേ. അപ്പം ഞാൻ ഓർത്ത് തന്നാ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. ദോശ ആവുമ്പോൾ വലിയ മെനക്കേടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. നമ്മൾ എളുപ്പപ്പണിയായിട്ട് മുട്ടയിൽ സവാളയും തക്കാളിയും ക്യാരറ്റും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കില്ലേ. അപ്പൊ അതാകുമ്പോൾ വലിയ മെനക്കേടും ഇല്ല, എളുപ്പത്തിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യാം, അത്യാവശ്യം ഹെൽത്തിയുമാണ്. അപ്പൊ ഞാനോർത്ത് അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട അത്യാവശ്യം എടുക്കേണ്ടി വന്നിട്ടോ. ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 മുട്ടയിലേക്ക് കുറച്ച് ക്യാരറ്റും സവാളയും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും തക്കാളിയൊക്കെ ചേർത്ത് ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ദോശ പാനിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മേളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തിരിച്ചു മറിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലത്തെ ജോലി അങ്ങോട്ട് കഴിഞ്ഞു കിട്ടും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ ചായയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുമല്ലോ. ഇന്നിപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ. വർക്ക് ഏരിയയിൽ അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിട്ടോ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ വെച്ച് തന്നെ വേഗം അങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണ്. ഈ ദോശ ആകുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഒരു കറിയും കൂടി റെഡിയാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചക്കക്കുരു നന്നാക്കി എടുക്കായിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ എന്തായാലും ദോശ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വേഗം ചക്കക്കുരു കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് തക്കാളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടായിരുന്നേ, കുറച്ച് ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. ആലിമിനെ കൊണ്ടുപോയി ആക്കണമല്ലോ. അപ്പോൾ ഈ മഴയത്ത് എങ്ങനെ പോകും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുവാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത്ര മഴ തോന്നുന്നുണ്ടാവില്ല, പക്ഷെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളം താഴേക്ക് പോകുന്ന കാണുമ്പോൾ അറിയാൻ പറ്റും അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം ആലിമിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഇതാ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾ വേഗം അങ്ങോട്ട് ഭക്ഷണം കഴിച്ചിട്ട് മഴ തോരുന്നതിനനുസരിച്ച് കൊണ്ടുപോയി ആക്കാമെന്നാണ് കേട്ടോ ഓർക്കണേ. അല്ലാണ്ട് മഴയത്ത് കുറച്ച് പണിയാണ് ഇവനെയും കൊണ്ട് പോകാനായിട്ട്. ഒന്നാമത്തിൽ ഇവനെയും കൊണ്ട് പോകാൻ എനിക്ക് ഭയങ്കര പേടിയുമാണ് കേട്ടോ. കാരണം റോഡ്, നമ്മൾ അംഗനവാടിയിലേക്ക് പോകുന്ന റോഡ് ചെറിയ റോഡാണ്. തെന്നി വീഴോ എന്നൊക്കെ ഒരു പേടിയാണ് കേട്ടോ എനിക്ക്, കൊച്ചുള്ളതുകൊണ്ട്. മഴ തോന്നുന്ന സമയത്ത് തന്നെ അലിമിനെ കൊണ്ടുപോയാക്കാൻ പറ്റിയ കേട്ടോ. അതാ ഇപ്പം ട്യൂഷൻ കഴിഞ്ഞു കേട്ടോ. ട്യൂഷൻ കഴിഞ്ഞ് കുട്ടികൾ ഇതാ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പം തോർന്ന് നിൽക്കുവാണ് കേട്ടോ. പിന്നെ അതാ എനിക്ക് കുറച്ച് ജോലികളുണ്ടായിരുന്നു. ഞാൻ അരി വെച്ചിട്ടുണ്ട്. അരി വെച്ചതിന് ശേഷം ഞാൻ വേഗം വന്നിട്ട് മേളിലൊക്കെ ഒന്ന് തുടക്കുകയാണ് കേട്ടോ. മേളിൽ കംപ്ലീറ്റ് തുടച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സ്റ്റെയറും കൂടി ഒന്ന് തുടച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മേളിലും താഴെയും കൂടി ഒന്നിച്ചാണ് കേട്ടോ തുടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡായിരിക്കും കേട്ടോ തുടക്കുക. ഒന്നല്ലെങ്കിൽ മേളിൽ അല്ലെങ്കിൽ താഴെ, അങ്ങനെയാണ് തുടക്കാറ്. മേളിൽ ഞാൻ ഇടയ്ക്ക് മാത്രമേ തുടക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ അധികം യൂസ് ചെയ്യാത്തൊരു ഏരിയ ആണ് മേളിലെ ഭാഗം. പക്ഷെ താഴെ എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കപ്പോഴും ഒന്നരാടമൊക്കെ ഞാൻ തുടക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ 2 സ്ഥലവും കൂടി ഒന്നിച്ചാണ് കേട്ടോ തുടക്കുന്നത്. അപ്പോൾ മേളിലെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ആ താഴെയും കൂടി ഒന്ന് വേഗം ഞാൻ തുടച്ചെടുക്കട്ടെ. ഇന്നിപ്പോൾ ഫുഡൊക്കെ കുറച്ച് വൈകിയാണ് ആകുന്നത്. കാരണം 12 മണിക്കാണ് ഞാൻ തുടക്കാൻ നിൽക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അരിക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആഹില് പള്ളിയിലൊക്കെ പോയി വരുമ്പോഴത്തേനും ഫുഡ് ആയാൽ മതി. അതുകൊണ്ടുകൂടി തന്നെയാണ് കേട്ടോ കുറച്ച് സ്ലോ ആയിട്ടാണ്. അപ്പോൾ തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തേങ്ങ വേഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറിൽ നിന്ന്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ കലത്തിൽ വെക്കാനാണ് കേട്ടോ. അപ്പോൾ ചോറും ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ കടുക് ഇട്ടിട്ട് വേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ട് ഒന്ന് താളിച്ചുകൂടി ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഒരു കറിയും കൂടി വേണമല്ലോ. ഒരു കറി എന്ത് ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് കേട്ടോ പപ്പടം വറുക്കാന്ന് ഓർത്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പപ്പടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ അത് ഞാൻ എടുത്തപ്പോൾ കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം നോക്കിയപ്പോഴാണ് പപ്പടം ഒരിടത്ത് വെച്ചില്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പം ഒരാളെ പപ്പടം വിടാൻ വിട്ട കോലം ആണ്ടേ കാണുന്നേ. കടയിൽ പോയി വന്നപ്പോഴേക്കും ചെളിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഈ റോഡ് പണി നടക്കുകയാണ്, പൈപ്പ് ഇടുന്നതിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ റോഡ് മഴയും കൂടി ആയതാണ് നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം 2 ദിവസമായിട്ട് റോഡ് ക്ലോസ്ഡ് ആണ്. നല്ല അത്യാവശ്യം ആളുകൾ നടന്നൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ എന്താ പറ്റിയെന്നറിയില്ല, നല്ല ചെളിയും വെള്ളമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. സൈക്കിളും ചെരുപ്പും ഡ്രസ്സൊക്കെ ചീത്തയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഗേറ്റിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് മുഴുവൻ ചെളിയാവും. പാൻറ്റൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ ചെളിയായിട്ടുണ്ട് കേട്ടോ. റോഡ് പണി ഈ ഒരു സമയത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്നാമത്തെ മഴ പെയ്യുമ്പോൾ തന്നെ ചെളി നല്ലോണം വരുമല്ലോ. അപ്പം നമ്മുടെ റോഡൊക്കെ അത്യാവശ്യം ചെളി ആകുന്നുണ്ട് കേട്ടോ. കാരണം അതിലേ പോയിട്ട് അവിടെ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞാൽ ആ വണ്ടി തിരിച്ചു വരുമ്പോഴത്തേനും അത്യാവശ്യം വീലിലൊക്കെ ചെളിയായിട്ടുണ്ടാവും. ആ ചെളിയും കൊണ്ടാണ് പിന്നെ ഈ റോഡിലേക്ക് വന്നത്. അപ്പം അത്യാവശ്യം ചെളിയാണ് കേട്ടോ റോഡൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ പപ്പടവും വറുത്തെടുത്തിട്ടുണ്ട്. പപ്പടം ഇതേപോലെ കുഞ്ഞ് പീസാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആഹിലിന്റെ സൈക്കിൾ പുറത്ത് തന്നെ വെച്ചോട്ടോ, അകത്തേക്ക് കയറ്റാൻ നിന്നില്ല, കാപ്പുറച്ചിലേക്ക് കയറ്റി വെച്ചില്ല കേട്ടോ. കാരണം മഴ പെയ്യുമ്പോൾ എന്തായാലും ആ ചെളിയൊക്കെ പൊയ്ക്കോളുമല്ലോ. അപ്പൊ ഞാൻ ദാ മുറ്റത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ലൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നേ. മഴ പെയ്തപ്പോൾ ദാ മൊത്തത്തിൽ അവൻ്റെ സൈക്കിളൊക്കെ ഒന്ന് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത്ര നാളെത്തിയിട്ട് നല്ല മഴയാട്ടെ പെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആലിമിനെ വിളിക്കേണ്ട സമയമായിട്ട് എനിക്ക് ടെൻഷൻ കൂടി, കൊച്ചിനെ പോയി വിളിക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. ദാ ഇത് കണ്ടോ, നല്ല മഴയാണ് കേട്ടോ പെയ്യുന്നത്. ഭാഗ്യത്തിന് ആലിമിനെ വിളിക്കാൻ പോണ സമയപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് തോർന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ആലിമിനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചായ തിളപ്പിക്കാൻ കേട്ടോ. അപ്പോൾ പഴം കൊടുത്തപ്പോൾ അവൻ കഴിച്ചില്ലായിരുന്നു. അവൻ ഇടയ്ക്ക് ഇങ്ങനെ പഴത്തിനോട് അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നെയ്യൊക്കെ ഒഴിച്ചിട്ട് പഴം ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് പഞ്ചസാരയും കൂടി തൂവി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടമാണ്. പഞ്ചസാര അധികം ചേർക്കില്ല കേട്ടോ, വളരെ ലൈറ്റായിട്ട് മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ അവന് ഇഷ്ടമാണ് കേട്ടോ. അഹിൽ അതിനിടക്ക് കളിക്കാനായിട്ട് പോയിട്ടുണ്ട്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവന് കളിക്കാനുള്ളത് മുടക്കാൻ പറ്റില്ല. കളിക്കണേൻ്റെ ഇടക്ക് ഇതാ തിരിച്ചു വന്നാട്ടെ കാണുന്നേ. ഒരു 5:30 ആയപ്പോൾ പിന്നെ നല്ലപോലെ മഴ പെയ്തായിരുന്നു. അപ്പം മഴയത്ത് കളിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. ഇതിന് മുന്നത്തെ പ്രാവശ്യം വന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ വന്ന് ചോദിച്ചപ്പോൾ കുട്ടികളെല്ലാം കളിക്കണുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പൊയ്ക്കോട്ടെ എന്ന് വെച്ച് ഞാൻ വിട്ടതാണ്. അപ്പോൾ ആലും അതിൻ്റെ ഇടക്ക് അവൻ്റെ ചെരുപ്പ് കൊണ്ടുവന്നത് ആ വെള്ളത്തിലിട്ടാണ്ട് ഒഴുകി പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ തിരിച്ചകത്തേക്ക് വന്നു. നമ്മുടെ ഈ വർക്ക് ഏരിയ കണ്ടോ, ഒരു മഴ പെയ്താൽ തന്നെ ഇവിടെ അത്യാവശ്യം നല്ലപോലെ വെള്ളമാണ് കേട്ടോ. നോക്കിയ സ്ലാബിലൊക്കെ നോക്കി അറിയാൻ പറ്റും അത്യാവശ്യം ഒരു ഷീറ്റിൽ ആ ഗ്രില്ലിൻ്റെ സൈഡിൽ കൂടി നന്നായിട്ട് വെള്ളം വീഴും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാസൊക്കെ ഇങ്ങനെ അടച്ചു വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മഴക്കാലത്ത് അങ്ങനെ അടച്ചു വെച്ച് എനിക്ക് ശീലമായി. വേനൽക്കാലത്താണെങ്കിലും ഞാൻ അങ്ങനെ അടച്ചു വെക്കാറുണ്ട് കേട്ടോ. കണ്ടത് ഇവിടെയൊക്കെ വെള്ളമാണ്. ഭയങ്കര ഒട്ടും നമുക്ക് നിൽക്കാൻ പറ്റാത്ത വെള്ളമല്ല, എങ്കിലും എനിക്കിഷ്ടമല്ല കേട്ടോ ഈ ഒരു മഴക്കാലത്ത് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ അതാ ഹാലിമിൻ്റെ പഴം ഇവിടെ റെഡിയാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അവനത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ പാൽച്ചായയും പഴവും കൂടി കൊടുത്തു. പാൽച്ചായ ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് കുടിക്കാനായിട്ട്. അപ്പം ഞാൻ അവനോട് എങ്ങനെയുണ്ട് സൂപ്പറാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ തിരിച്ച് കാണിക്കുന്നതാണ് കേട്ടോ. അവൻ ഇങ്ങനെ കാണിക്കാൻ അറിയില്ല, അവൻ കാണിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വെക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ. വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ്. വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.